നമുക്കിവിടെ ഇന്ന് ഈസി ആയിട്ട് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നു. അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഇച്ചിരി കടുകിട്ടു. കടുകിട്ട് പൊട്ടിച്ചു. 1 സ്പൂൺ കടുക്. അതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി, ചെറിയ ഇഞ്ചി, ഒരു കഷ്ണം ചെറിയ ഇഞ്ചി കൊത്തി അരിഞ്ഞതും, 2 പച്ചമുളക് കൊത്തി അരിഞ്ഞതും, 1 സബോള നന്നായി കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞതും, അതോടുകൂടി സ്വല്പം കറിവേപ്പില ഒരുപാടുള്ളവർക്ക് ആവശ്യത്തിനിടാം. അതൊക്കെ അവനവൻ്റെ ആവശ്യാനുസരണം ഇട്ടുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താലും മതി. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടണം. മഞ്ഞൾപ്പൊടി ഇവിടെ ഇട്ടത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിന് നല്ലൊരു നിറം കിട്ടാനാണ്. ഉപ്പുമാവിന് നല്ലൊരു മഞ്ഞ നിറം കിട്ടും. അത് കുട്ടികൾക്ക് കാണുമ്പോൾ കഴിക്കാൻ തോന്നും. നല്ലൊരു മഞ്ഞ കളറിലുള്ള ഉപ്പുമാവ് കിട്ടാനായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇനി ഇത് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് വരണം. ഇതിലോട്ട് നമ്മൾ ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. വെള്ളത്തിന് നല്ല ഉപ്പുണ്ടെങ്കിൽ മാത്രമേ ഉപ്പുമാവിലെ റവയിലേക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പം അതനുസരിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാവരുടെയും ആവശ്യാനുസരണം നിങ്ങൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കണം. അതിനായി ഞാനിതിവിടെ ഒന്ന് മൂടി വയ്ക്കാൻ പോവുകയാണ്. മൂടി വെച്ച് നന്നായിട്ട് വെള്ളം തിളപ്പിച്ചെടുക്കണം. ആ സവോളയും പച്ചമുളകും കറിവേപ്പിലയിലൊക്കെ ഇടുന്ന് നന്നായിട്ട് വെള്ളം ഒന്ന് വെട്ടിത്തിളയ്ക്കണം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. കണ്ടോ? നന്നായിട്ട് ഇതുപോലെ വെട്ടിത്തിളയ്ക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നു. നെയ്ക്ക് പകരം ബട്ടർ ആണെങ്കിലും ഇട്ട് കൊടുക്കാം. മിൽമയുടെ ടൈപ്പ് നെയ്യോ അതായത് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ഇട്ട് കൊടുക്കാം. ഏതാണേലും കുഴപ്പമില്ല. നമ്മളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുന്നു. ഇതിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നന്നായിട്ട് ഉപ്പുമാവ് നല്ല സോഫ്റ്റായി കിട്ടും. നമ്മൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉപ്പുമാവിന് നല്ല സോഫ്റ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ നല്ല സോഫ്റ്റ്നെസ്സും ആ മഞ്ഞ കളറും ഒക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കഴിക്കാൻ കൂടുതൽ ഇഷ്ടമാവും. ഇതിനി നന്നായിട്ട് ഒന്നുകൂടെ തിളയ്ക്കണം. നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് വറുത്ത റവയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1 കപ്പ് വറുത്ത റവ. നമ്മൾ സെയിം ഗ്ലാസ്സിൽ തന്നെ എടുക്കണം. വെള്ളം എടുത്ത സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് റവയും എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ പതുക്കെ ഇതുപോലെ ചേർത്ത് കൊടുക്കണം. അല്പം വെച്ച് ചേർത്ത് കൊടുക്കാവുള്ളൂ. മുഴുവനും കൂടി ഇട്ട് ഇളക്കരുത്, കട്ട പിടിക്കും. സ്വല്പം ഇട്ട് ചേർത്ത് കൊടുത്ത് ഇളക്കി എടുക്കുക. പൊടി മുഴുവനും കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ കട്ടയായി പോവും. അപ്പം വളരെ കുറച്ചീശെ ഇട്ട് ഇളക്കി എടുക്കണം. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ സമയത്ത് നമുക്ക് തീ നന്നായിട്ട് കുറച്ച് വയ്ക്കാവുന്നതാണ്. നല്ലതുപോലെ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കണ്ടോ? ഇതുപോലെ നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ഉപ്പുമാവിന് വളരെ നല്ല മഞ്ഞ നിറമാണ്. ഇതിപ്പോൾ ലൈറ്റിൻ്റെ ഒരു ഡിഫറൻസ് കൊണ്ട് മാത്രമാണ് ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് മഞ്ഞ കളർ അല്ലാതെ തോന്നുന്നത്. ശരിക്കും നല്ല മഞ്ഞ നിറമാണ് ഉപ്പുമാവിന്. ലൈറ്റിൻ്റെ ഷെയ്ഡിൻ്റെ ഡിഫറൻസ് കൊണ്ട് മാത്രമാണ് ആ കളറ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കാത്തത്. ഞാൻ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ വെട്ടമുള്ളിടത്തേക്ക് മാറ്റി കാണിച്ചു തരാം. ഇനി ഇതുപോലെ നന്നായിട്ട് നമ്മൾ അതൊന്ന് ഇളക്കി എടുക്കണം. ചിക്കി ഇളക്കി എടുക്കുക. നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇളക്കുന്നതനുസരിച്ചിരിക്കും ഉപ്പുമാവിൻ്റെ ഒരു ടെക്സ്ചർ. ഇനി നമുക്ക്
ഇത് ഒന്നും കൂടി ഒരു മിനിറ്റത്തേക്ക് ജസ്റ്റ് മൂടി വെക്കാം. നന്നായിട്ട് സിമ്മിലിട്ട് 1 മിനിറ്റത്തേക്ക് മൂടി വെക്കാം. ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ സിമ്മിലിട്ട് മൂടി വെക്കുക. ഇലക്ട്രിക് ആണെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം, കാരണം അതിന് ഒരു ചൂടുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ അത് ഓണാക്കി വെക്കണം എന്നില്ല. ഓഫ് ചെയ്തിട്ട് 1 മിനിറ്റ് ഇങ്ങനെയൊന്ന് മൂടി വെക്കുക. ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ നമുക്ക് കുറച്ച് വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. വളരെ കുറച്ച് വെക്കണം, എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. എന്നിട്ട് നമുക്കതൊന്ന് തുറന്ന് നോക്കാം. തീ ഓഫ് ചെയ്യാം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഗ്യാസ് സ്റ്റവ് ആണെങ്കിൽ തീ ഓഫ് ചെയ്യുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി ചിക്കി നമ്മൾ അത് എടുക്കണം. കണ്ടോ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല മഞ്ഞ നിറമാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ നല്ല മഞ്ഞ നിറവും നല്ല സോഫ്റ്റ് ഉപ്പുമാവാണ്. വളരെ നല്ല മയമുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ നന്നായി ഇഷ്ടപ്പെടും. നെയ്യൊക്കെ ഓൾറെഡി ഇട്ടേക്കുന്നതുകൊണ്ട് അതിനകത്തേക്ക് സ്വല്പം പഞ്ചസാരയും കൂടി ഇട്ട് കഴിക്കാൻ വളരെ നല്ലതാണ്. ഇനി ഇല്ലെങ്കിലും സാധാരണ കഴിക്കുന്ന പോലെ പഴം കൂട്ടി കഴിക്കാവുന്നതാണ്. വളരെ നല്ല മയമുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.